ബിഗ് ബോസിനകത്ത് ഒരു നിയമമുണ്ട്. ലാലേട്ടൻ ഈ വീക്ക് വന്നപ്പോൾ കൂടി ഓർമ്മിപ്പിച്ചതാണ് അത്. ആ നിയമം ലംഘിക്കുന്നത് ആരാണെങ്കിലും ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്. അതിപ്പോൾ ഏത് കൊടികെട്ടിയ തമ്പുരാനാണെങ്കിലും. ബിഗ് ബോസ് ഹൗസിൻ്റെ അകത്ത് നിയമലംഘനം തുടർന്നുകൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. ആ കൂട്ടത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരാളാണ് നമ്മുടെ ജിസേൽ. ലാലേട്ടൻ വീക്കെൻഡ് എപ്പിസോഡിൽ വന്ന് വളരെ മാന്യമായും വ്യക്തമായും എല്ലാവർക്കും തന്നെ താക്കീത് കൊടുത്തതാണ്. എന്നിട്ടും ലാലേട്ടൻ പറഞ്ഞ കാര്യങ്ങളെ ഒരു മാന്യതയുമില്ലാതെ ലംഘിക്കുക എന്ന് പറയുന്നത് ഒട്ടും ശരിയായ കാര്യമല്ല. ഇന്നും ജിസേലിന് ഇഷ്ടമുള്ള വസ്ത്രമാണ് ഇട്ടത്. ഒടുവിൽ ബിഗ് ബോസ് വിളിച്ചു പറഞ്ഞു, ബിഗ് ബോസ് തന്നിരിക്കുന്ന വസ്ത്രങ്ങൾ മാത്രമേ ധരിക്കാൻ സാധിക്കൂ എന്ന്. അല്ലാതെ തങ്ങളുടെ കയ്യിൽ സൂക്ഷിച്ചിരിക്കുന്ന എല്ലാ വസ്തുക്കളും തിരിച്ചു കൊടുക്കണമെന്ന് ബിഗ് ബോസ് പറഞ്ഞു. ക്യാപ്റ്റൻ ആയതുകൊണ്ടാണോ എന്നറിയില്ല, അനീഷ് മാത്രമാണ് ഈ ഒരു പ്രശ്നത്തിൽ പ്രതികരിച്ചത്. കാരണം നിനക്ക് മാത്രം എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ എന്നൊക്കെ ചോദിച്ച് അനീഷ് കിടന്ന് വഴക്കുണ്ടാക്കുന്നത് നമ്മൾ കണ്ടു. പക്ഷെ ജിസേലിനെ നമുക്ക് ന്യായീകരിക്കാൻ പറ്റത്തില്ല. കാരണം ജിസേൽ ചെയ്തത് വളരെ വലിയൊരു തെറ്റാണ്. കാരണം ജിസേലിൻ്റെ ഈ ഒരു പ്രവൃത്തി കാരണം ഹൗസിലുള്ള ബാക്കിയുള്ളവരും ബിഗ് ബോസിൻ്റെ വാക്കിനൊരു വിലയും കൊടുക്കാൻ സാധ്യതയില്ല. ബിഗ് ബോസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ, സാധാരണ രീതിയിൽ എല്ലാവർക്കും ഒരു പേടിയുണ്ട്. ഇത്തവണത്തെ സീസണിൽ എന്താണെന്നറിയില്ല, ബിഗ് ബോസിലെ പല കണ്ടസ്റ്റൻസിനും ബിഗ് ബോസിനൊരു പേടിയില്ല. അത് നമുക്ക് വീക്കെൻഡ് എപ്പിസോഡിൽ കാണാൻ കഴിയുന്നതാണ്. ഇപ്പോൾ ലാലേട്ടൻ വന്നപ്പോൾ പോലും എല്ലാവരും ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും കഥയൊക്കെ പറഞ്ഞ് തമാശയൊക്കെ കളിച്ചിരിക്കുകയാണ്. നെവിൻ നല്ലൊരു എൻ്റർടൈനർ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ വീക്കെൻഡ് എപ്പിസോഡിൽ നെവിൻ്റെ ഒരു സീരിയസ് അല്ലാത്ത രീതിയിലുള്ള പെരുമാറ്റം വളരെ മോശമായിട്ട് തന്നെയാണ് തോന്നിയത്. ആദ്യം വീക്കായതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ലാലേട്ടൻ ആരെയും എടുത്ത് കൊടയാഞ്ഞത്. പക്ഷേ ജിസേലിൻ്റെ ഈ ഒരു വിഷയം എന്തായാലും ബിഗ് ബോസ് സീരിയസ് ആയിട്ട് തന്നെ എടുക്കേണ്ട ഒരു കാര്യമാണ്. ജിസേൽ ഇങ്ങനെയുള്ളൊരു പ്രിവിലേജ് അവിടെ എടുക്കുമ്പോൾ എന്തായാലും ബാക്കിയുള്ളവർക്ക് അതൊട്ടും ഇഷ്ടപ്പെടണമെന്നില്ല. ബിഗ് ബോസ് ഇനി എന്തെങ്കിലും അവരോട് പറയുവാണെങ്കിൽ അവരത് അനുസരിക്കാനും ഉള്ളൊരു ചാൻസ് വളരെ കുറവാണ്. ബിഗ് ബോസ് എന്ന് പറയുമ്പോഴത്തേക്കും എല്ലാവരും പേടിച്ച് വിറക്കണമെന്നൊന്നും ഞാൻ പറയില്ല. പക്ഷേ ബിഗ് ബോസിനോടും ബിഗ് ബോസിലെ റൂൾസിനോടൊക്കെ ഒരു മിനിമം റെസ്പെക്റ്റ് അവിടുത്തെ കണ്ടസ്റ്റൻസ് കൊടുക്കണമെന്നുള്ളത് ആവശ്യമായ ഒരു കാര്യം തന്നെയാണ്. ജിസേലിന് മാത്രമല്ല, നിയമലംഘനം ഇപ്പോൾ ആരാണ് നടത്തിയെങ്കിലും അവർക്കും ഇത് ബാധകമാണ്. ജിസേൽ പ്രത്യേകിച്ച്. കാരണം ഇപ്പോൾ എത്രാമത്തെ വട്ടമാണ് ജിസേലിനെ ബിഗ് ബോസ് വാൺ ചെയ്യുന്നത് ഈ ഒരു സെയിം കാര്യം തന്നെ പറഞ്ഞ്. കൂടുതൽ വീഡിയോയ്ക്കായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ.